Yes, good morning. Good morning, sir. Morning. Good morning, sir. Yes, good morning. Start ചെയ്താലോ? Yes, sir. Okay. പറയാമോ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണെന്ന്? Past continuous. പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞില്ല, പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ പറഞ്ഞേ? അല്ല, past continuous ആ പറഞ്ഞത്. പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞ പാസ്റ്റ് കണ്ടിന്യൂസ് സ്ട്രക്ചർ എന്താണ് നമ്മൾ പറഞ്ഞത്? സബ്ജക്ട് പ്ലസ് Was or were plus verb plus ing. അത് പറഞ്ഞല്ലേ? പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞല്ലേ? ഓക്കെ. പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞല്ലേ? ഓക്കെ. റെഡി. ഇനി നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞ് അപ്പൊ നമ്മളിപ്പോ 5 കഴിഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്. അത് നമ്മളല്ല കഴിഞ്ഞേക്കുന്നത്. Am I right? Yes, sir. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു ഡൗട്ട് പറയാം. ദാറ്റ് ഈസ് കോൾഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കിയിട്ട് നമുക്ക് കുറച്ച് പാസീവ് വോയിസ് ഒക്കെ നോക്കിയിട്ട് വീണ്ടും നമുക്ക് ടെൻസിലോട്ട് മടങ്ങി വരാം. അപ്പൊ സ്ഥിരം ടെൻസിനെ പറഞ്ഞു എന്നുള്ള ഒരു ബോൾഡ് നിങ്ങൾക്കൊന്ന് ഒഴിവാക്കിയിട്ട്. ഓക്കെ. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടി ചുരുക്കി പറയാണ്. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ് എന്നും, സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് എന്നും, സബ്ജക്റ്റും വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ എന്നും, സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് പ്ലസ് ഐ ജി ആണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് എന്നും, സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ഐ ജി ആണെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അല്ല, ഒന്നുകൂടി പറയാം. കണ്ടിന്യൂസ് ഒന്നുകൂടി പറയാം. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് പ്ലസ് ഐ ജി. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ഐ ജി. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ഹെഡിങ് എഴുതുക, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. FUTURE, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഓക്കെ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിന് താഴെ എഴുതുക എസ് പ്ലസ് വില്ല് ഓർ ഷാൽ. വില്ല് എഴുതുക, ഒരു സ്ലാഷ് വരക്കുക, ഷാൽ എഴുതുക. വില്ല് ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് വെർബ് എന്നുള്ളതിന് വി എന്നിട്ടാ മതി. വെർബ് ING പ്ലസ് ING. അപ്പൊ അതുകൂടി പറയാം. സബ്ജക്റ്റ് പ്ലസ് എസ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ING. ഇപ്പൊ സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, അത് കഴിഞ്ഞതിന് ശേഷം ബി പിന്നെ വെർബ്, ആ വെർബിന്റെ കൂടെ ING. ഇപ്പൊ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ING. അതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അപ്പോ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന വാചകത്തിന്റെ മീനിങ് എന്തായിരിക്കും, അർത്ഥം എന്തായിരിക്കും? ഇപ്പോ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. പോകുമ്പോ തന്നെ നമ്മൾ പറയണം അവൾ ചെല്ലുമ്പോൾ ഉറങ്ങിയായിരിക്കും. ഷീ വിൽ ബി സ്ലീപ്പിംഗ്. അല്ല, ആയിരിക്കും എന്നുള്ള അർത്ഥമാണ് ഈ വിൽ ബി അല്ലെങ്കിൽ ഷാൽ ബി എന്നുള്ളത് കിട്ടുന്നത്. ആയിരിക്കും. ഷീ വിൽ ബി സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങിയായിരിക്കും. ഷീ വിൽ ബി റീഡിങ്, അവൾ വായിക്കുകയായിരിക്കും.
ഷീ വിൽ ബി കുക്കിംഗ് ഫുഡ്. അവൾ ഭക്ഷണം പാകം ചെയ്യുകയായിരിക്കും. ഐ ഷാൽ ബി ഗോയിങ് അബ്രോഡ്. ഞാൻ വിദേശത്തേക്ക് പോവുകയായിരിക്കും. അപ്പൊ വിൽ ബി, ഷാൽ ബി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആയിരിക്കും എന്നുള്ളതാണ്. അതാണ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് വിൽ ബി അല്ലെങ്കിൽ ഷാൽ ബി വെച്ചിട്ട് എന്നിട്ട് വാചകം എന്ന് പറഞ്ഞ് നാളെ നിങ്ങൾ എന്ത് ചെയ്യുകയായിരിക്കും ഈ സമയം എന്നുള്ളതിന് പറയുന്നത്. ടുമാറോ ഐ വിൽ ബി സ്റ്റഡിയിങ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഭാവിയിൽ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണിക്കുന്നത് പറയും. വിൽ ബി ആയിരിക്കും. I will be shopping tomorrow. I will be shopping tomorrow. Very good. I will be shopping tomorrow. ശരിയാ, വെരി ഗുഡ്. Tomorrow I will be complete the assignments. അവിടെ ING ചേർക്കാൻ വിട്ടുപോയല്ലോ മോളെ. I will be completing the assignment. Tomorrow I will be completing അല്ലെങ്കിൽ I shall be completing the assignment. Okay. അടുത്തത് ING ചേർക്കാൻ പറഞ്ഞു. കണ്ടിന്യൂവസ് എന്ന് പറഞ്ഞു വരുന്ന എല്ലാ വാചകങ്ങളും ING ഉണ്ട്. അത് ഓർത്തിരിക്കുക. കണ്ടിന്യൂവസ്. നോക്കിയ പ്രസന്റ് കണ്ടിന്യൂസിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് പ്ലസ് ING. അത് ING വന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ING. അവിടെയും ING വന്നു. ഇപ്പൊ നമ്മൾ പറയുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അവിടെ വിൽ അല്ലെങ്കിൽ ഷാല് ബി വെർബ് പ്ലസ് ING. കണ്ടിന്യൂവസ് എന്ന് പറയുന്ന എല്ലായിടത്തും ING ഉണ്ടാവും. അത് ഒന്ന് ഫീഡ് ചെയ്ത് വെച്ചേക്കാം മനസ്സിൽ. ഓക്കെ, അടുത്ത ആള്. Tomorrow I will be cooking fried rice. Oh, very good. I will be cooking fried rice tomorrow. Very good. Yes. They will be coming next day. They will be coming next day. Very good. അടുത്ത ദിവസം അവർ വരികയായിരിക്കും. Okay, they will be coming next day. We will be going to park tomorrow. We will be going to park tomorrow. Very good. We will be going to park tomorrow. I will be working tomorrow. I will be working tomorrow at this time. ഈ സമയത്ത് നാളെ ഞാൻ At this work is Okay, very good. Yes, അടുത്തത് ഞാനില്ല. I will be take the book tomorrow. അപ്പൊ അതിന്റെ അകത്ത് ING ചേർക്കാൻ വിട്ടുപോയല്ലോ. I will be taking the book. കേട്ടോ, Taking the book. taking. ING ഇവിടെ. I will be taking the book. Okay. I will be teaching my kids tomorrow. Oh, very good. I will be teaching my kids tomorrow. Okay. She will singing tomorrow. അപ്പൊ ബി വിട്ടുപോയി ഇതിന്റെ ഇടക്ക്. ഒന്നുകൂടി പറഞ്ഞേ. She will singing tomorrow. ബി വിട്ടുപോയി. ബി ചേർക്കാൻ വിട്ടുപോയി. She will be singing. ബി വിട്ടുപോയി. She will be singing tomorrow. Okay. അടുത്തത്. He will be practicing for competition tomorrow. ഒന്നുകൂടി പറഞ്ഞേ. He will be practicing for competition tomorrow. Tomorrow he will be practicing for competition. Very good. നീളമുള്ള സെന്റൻസ് ആണ്. Okay. He will be practicing for competition. Yes. അടുത്തത്. Tomorrow I will be going engagement. Tomorrow I will be Going engagement. Tomorrow I will be going for an engagement. Okay. ഇതിനകത്ത് ചില പ്രിപ്പോസിഷൻ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അത് എടുക്കാം. ഓക്കെ, പ്രിപ്പോസിഷൻ. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ് സെന്റൻസ് പറയാം. നെഗറ്റീവ്. ഇപ്പോ അവൾ വരികയായിരിക്കും എന്ന് പറയുമ്പോൾ ഷീ വിൽ ബി കമ്മിങ് നമ്മൾ പറയും. അവൾ വരികയായിരിക്കില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും വിൽ ബി കഴിഞ്ഞിട്ട് നോട്ട് ചേർത്താൽ മതി നമുക്ക് തോന്നും. അങ്ങനെ ചേർക്കരുത്. അതിന്റെ കറക്റ്റ് വരുമ്പോൾ വില്ലിന്റെയും ബിയുടെയും നടുക്ക് നോട്ട് ചേർക്കാം. അപ്പൊ എന്ത് വരും? ഷീ വിൽ നോട്ട് ബി കമ്മിങ്. അതാണ് കറക്റ്റ്. വരികയായിരിക്കും എന്നാണെങ്കിൽ
വിൽ ബി കമ്മിങ്. വരികയായിരിക്കില്ല എന്നാണെങ്കിൽ വില്ലിനും ബിക്കും നടുക്ക് നോട്ട് ചേർക്കാം. ഷീ വിൽ നോട്ട് ബി കമ്മിങ്, അവൾ വരികയായിരിക്കില്ല. നിങ്ങൾ ചിന്തിക്കുകയായിരിക്കില്ല, യു വിൽ നോട്ട് ബി തിങ്കിങ്, നിങ്ങൾ ചിന്തിക്കുകയായിരിക്കില്ല. നിങ്ങൾ എഴുതുകയായിരിക്കില്ല, യു വിൽ നോട്ട് ബി റൈറ്റിംഗ്, നിങ്ങൾ എഴുതുകയായിരിക്കില്ല. നിങ്ങൾ കാണുകയായിരിക്കില്ല, യു വിൽ നോട്ട് ബി സീയിങ്, ഞാൻ വായിക്കുകയായിരിക്കില്ല, ഐ ഷാൽ നോട്ട് ബി റീഡിങ്. ഓക്കെ, അപ്പൊ ആ നോട്ട് വെച്ചിട്ട് ഒന്നുകൊണ്ട് പറഞ്ഞു നാളെ നിങ്ങൾ ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു കാര്യം പറഞ്ഞ്. I will not be working tomorrow. I will not be working tomorrow. Very good. I will not be studying tomorrow. I will not be studying tomorrow. ഉറപ്പിച്ചു അല്ലേ? I will not be studying tomorrow. Yes. I will not be completing my assignment tomorrow. I will not be coming. Okay. Tomorrow I will not be going temple. Tomorrow I will not be going. പിന്നെ വേണമെങ്കിൽ നമുക്ക് സ്ഥലത്തിന്റെ പേര് കൂടെ പറയാം. I will not be going to my mother's house. Okay. We will not be going to computer class. We will not be going to computer class. We shall not be going to computer class. Okay. വില്ലിന്റെയും ബിയുടെയും ഇടയിൽ വേണം നോട്ട് ചേർക്കാനായിട്ട്. Will be not Tomorrow I will not be coming church. I will not be coming to church. Coming to church. Okay. Okay. Neither. I will not sing. I will not be singing song. Okay. Tomorrow I will not be getting early in the morning. Tomorrow I will not be getting early in the morning. Okay. Very good. They will not be dancing tomorrow. Manuti. Yes. I will not be going cinema. I will not be going to film tomorrow or day after tomorrow. നാളെ എന്നുള്ളത് നമുക്ക് day after tomorrow. മറ്റന്നാൾ നോക്കാം. I will not be going to film day after tomorrow. Yes. അടുത്തത്. She will not be going for driving classes tomorrow. He will not be going for driving classes tomorrow. Yes. ഓക്കെ, അപ്പൊ അത് ശരിയായി. ഇനി നമുക്ക് ഇതിന്റെ ചോദ്യം ഉണ്ടാകും. ചോദ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഷീ വിൽ ബി കമ്മിങ് എന്ന് പറയുമ്പോൾ അവൾ വരികയായിരിക്കും. ഷീ വിൽ നോട്ട് ബി കമ്മിങ് എന്ന് പറയുമ്പോൾ അവൾ വരികയായിരിക്കില്ല. ഇനി അവൾ വരികയായിരിക്കുമോ ചോദ്യമാക്കണം. അങ്ങനെ നമ്മൾ ചോദ്യമാക്കുമ്പോൾ ആ നോട്ട് കളഞ്ഞിട്ട് വില്ലെടുത്ത് അല്ലെങ്കിൽ ഷാൻ എടുത്ത് ആദ്യം പറയുക. അപ്പൊ ഇത് പറയും വിൽ ഷീ ബി കമ്മിങ്. വിൽ ബി ഷീ കമ്മിങ് എന്ന് പറയുന്നത്. വിൽ ബിയുടെ വില്ല് മാത്രം ആദ്യം എടുത്ത് നോക്കാം. വിൽ ഷീ ബി കമ്മിങ്. അവൾ വരികയായിരിക്കുമോ? നിങ്ങൾ ഉറങ്ങുകയായിരിക്കുമോ? വിൽ യു ബി സ്ലീപ്പിംഗ്. നിങ്ങൾ ചിന്തിക്കുകയായിരിക്കുമോ? വിൽ യു ബി തിങ്കിങ്. നിങ്ങൾ ഇരിക്കുകയായിരിക്കുമോ? വിൽ യു ബി സിറ്റിംഗ്. നിങ്ങൾ നിൽക്കുകയായിരിക്കുമോ? വിൽ യു ബി സ്റ്റാൻഡിങ്. നിങ്ങൾ എഴുതുകയായിരിക്കുമോ? വിൽ യു ബി റൈറ്റിംഗ്. അവൾ പഠിപ്പിക്കുകയായിരിക്കുമോ? വിൽ ഷീ ബി ടീച്ചിങ്. വിൽ ആദ്യം പറയാ, അത് കഴിഞ്ഞ ശേഷം സബ്ജക്റ്റ് പറയാം, അത് കഴിഞ്ഞ ശേഷം ബി, പിന്നെ വെർബിനോട് കഴിഞ്ഞു. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ആ രീതിയിൽ എഴുതണം. അങ്ങനത്തെ രണ്ട് മൂന്ന് വാചകങ്ങളൊന്നും പറഞ്ഞേ. ക്വസ്റ്റ്യൻ. Will they be working? Will she be working? Will she be cooking? നീതു അതിന്റെ ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ചോദ്യമാണത്. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇട്ടേ. Will she be cooking? അടുത്തത്. Will they be coming? Will they be coming? Okay, very good. Will they be coming? അവർ വരികയായിരിക്കുമോ? Okay. Will you be reading? Will you be reading? Okay.
നിങ്ങൾ വായിക്കുകയായിരിക്കുമോ? Will you be playing? വിൽ യു ബി പ്ലേയിങ് ക്രിക്കറ്റ്? ഞാനൊരു വാക്ക് കൂടി ചേർത്തു. നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുകയായിരിക്കുമോ? ഓക്കെ. Will you be visiting? വിൽ യു ബി സിറ്റിംഗ്? ഓക്കെ. Will baby be sleeping? വിൽ യു ബി സ്ലീപ്പിംഗ്? ഓക്കെ. വിൽ യു ബി സ്ലീപ്പിംഗ്? Will you be eating? Will you be traveling tomorrow? Will he be driving? Will you be playing games? Will she be dancing? Okay. Yes. Ini. Will she be cleaning? Okay. Will she be cleaning? Okay. Will they be going? Maluti. Okay. Will they be going? Okay. അപ്പോ അത് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മള് ഇതോടുകൂടി 6 ടെൻസിന്റെ പരിപാടി തൽക്കാലത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. വിൽ യു ബി ഗെറ്റിംഗ്? ഗെറ്റ് എന്നുള്ള കൂടെ ഒരു ഐഞ്ചി കൂടി ചേർക്കാം. ഗെറ്റിംഗ് കേട്ടോ, അക്ഷരം. 6 ടെൻസിന്റെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആത്മാർത്ഥതയോടുകൂടി തന്നെ ചെയ്യണം. ഇത് കാണാതെ പറയാമോ ഈ 6 സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ് സിമ്പിൾ പ്രസന്റ്, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റൻസ് സിമ്പിൾ പാസ്റ്റ്, സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല വെർബിന്റെ പ്രസന്റൻസ് സിമ്പിൾ ഫ്യൂച്ചർ, സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വെർബ് പ്ലസ് ഇൻഡി പ്രസന്റ് കണ്ടിന്യൂസ്, സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ഇൻഡി പാസ്റ്റ് കണ്ടിന്യൂസ്, സബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ഇൻഡി ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഹൂ ക്യാൻ സേ? 6 പറയാൻ ധൈര്യമുള്ളവര് തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഞാൻ പറയാം സർ. വെരി ഗുഡ് ഐശ്വര്യ, പറയൂ. താങ്ക് യു. ആ. ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ്, ആ. സബ്ജക്ട് പ്ലസ് വെർബിന്റെ പ്രസന്റ് ഫോം. ഓക്കെ. ദെൻ സിമ്പിൾ പാസ്റ്റ്, സബ്ജക്ട് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ഫോം. വെരി ഗുഡ്. ആ. Then simple future, subject plus will or shall plus then verb in the present tense. Very good. Then present continuous, subject plus am is, am or is or are plus verb plus ing. Okay. Then future continuous, subject plus will or shall plus be plus verb plus ing. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ. ഒരു അഭിനന്ദനം കൊടുക്കും മക്കളെ. യെസ്. ഇനി അടുത്തതാരാണ്? ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. യെസ്, സന്ധ്യക്ക് പറയണമെന്ന് തോന്നുന്നു. യെസ്, പറഞ്ഞോളൂ. ആറെണ്ണം: സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. സിമ്പിൾ പ്രസന്റ്, സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. വെരി ഗുഡ്. സിമ്പിൾ പാസ്റ്റ്, സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. ഓക്കെ. സിമ്പിൾ ഫ്യൂച്ചർ, സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. വെരി ഗുഡ്. പ്രസന്റ് ടെൻസ്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ്, സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ing. വെരി ഗുഡ്. പ്രസന്റ് പാസ്റ്റ് കണ്ടിന്യൂസ്, സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ing. ഓക്കെ. ഫ്യൂച്ചർ കണ്ടിന്യൂസ്, സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം എപ്പോഴും. കാരണം ഒരു സെന്റൻസ് നിങ്ങൾ എപ്പോഴും എവിടെയെങ്കിലും ഒന്ന് വായിക്കുകയാണെങ്കിൽ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ചിന്തിക്കും, ഇത് ഏത് ടെൻസ് ആണത്, അതൊന്ന് ആലോചിച്ച് വെക്കണം. സിമ്പിൾ പ്രസന്റ് പതിവിനെ സൂചിപ്പിക്കുന്നത്, സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞു പോയത്, സിമ്പിൾ ഫ്യൂച്ചർ
വരാൻ പോകുന്നതിനെ സൂചിപ്പിക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, പാസ്റ്റ് കണ്ടിന്യൂസ് നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഭാവിയിൽ നടക്കാൻ പോകുന്നത്. ഓക്കെ, അത് ആ ഒരു ടെൻസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ചിലപ്പോൾ നിങ്ങൾ ചില വാചകങ്ങളൊക്കെ കാണുമ്പോൾ ഈ പറഞ്ഞത് പോലെ അല്ലാതെ ചില വാചകങ്ങളൊക്കെ കാണും. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നും, അതെന്താ ഇങ്ങനെ വന്നത്, ഇങ്ങനെയല്ലല്ലോ നമ്മൾ പഠിച്ചത്, ഇങ്ങനെ പഠിച്ചതിൽ അല്ലല്ലോ ഇത് വേറെ രീതിയിലുള്ള അവതരിക്കുന്നത് തോന്നും. അതെന്തുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വാചകങ്ങൾ പാസീവ് വോയിസിൽ എഴുതും. പാസീവ് വോയിസിൽ എഴുതുമ്പോൾ ചില വ്യത്യാസങ്ങൾ വരും. നമ്മൾ ഇനി അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. ഞാൻ നിങ്ങളോട് ഉദാഹരണം പറയാം. രാമൻ പാമ്പിനെ കൊന്നു. രാമൻ പാമ്പിനെ കൊന്നു. ഈ വാചകം നിങ്ങൾ ഇങ്ങോട്ട് എന്നോട് പറയും, ഇതേ ആശയം തന്നെ ആയിരിക്കണം. പക്ഷേ നിങ്ങൾ പറയുമ്പോൾ ആദ്യത്തെ വാക്ക് പാമ്പെന്നായിരിക്കും. രാമൻ പാമ്പിനെ കൊന്നു എന്നുള്ള അർത്ഥം കിട്ടുകയും വേണം. നിങ്ങൾ പറയുമ്പോൾ ആദ്യത്തെ വാക്ക് പാമ്പെന്നായിരിക്കാൻ വേണം. യെസ്, എന്ന് പറഞ്ഞേ. പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. യെസ്, കറക്റ്റ്. പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. ഇംഗ്ലീഷിൽ ചിലപ്പോൾ ഇതുപോലെ എഴുതും. ഓൾറെഡി എടുത്തതാണ് സാറ്. എന്തോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. സിമ്പിൾ കുറച്ച് പ്രശ്നം നാൾ മുൻപ് എടുത്തതാണത്. പാസീവ് വോയിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് മുന്നേ എടുത്തിട്ടുണ്ട് മിസ്, അതാണ് പറയുന്നത്. ഏത് ടെൻസ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു? അല്ല അല്ല മിസ്സല്ല, സാറ് സാറന്നെയാണ് കഴിഞ്ഞ എടുത്തത്. ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ് യെസ്, ഓക്കെ ഓക്കെ. അത് ആ പാസീവ് വോയിസ് ഒന്ന് എഴുതിയത്, പാസീവ് വോയിസ് ഫോം ഓഫ് പറഞ്ഞത് വായിക്കാമോ? ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ബീയിങ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പിന്നെ വേറെ പാസീവ് വോയിസ് പറഞ്ഞിട്ടുണ്ട്? അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ 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 ഓക്കെ. ജസ്റ്റ് ഒരു 3 എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 1-2 എക്സാമ്പിൾ മാത്രം. 1-2 എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ 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 ഓക്കെ, റെഡി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പൊ ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ടെൻസുകളുടെ പാസീവ് വോയിസിനെ കുറിച്ച് പറയാം. അപ്പോൾ നേരത്തെ പറഞ്ഞത് കറക്റ്റ് ആണ്. ആദ്യം ഓബ്ജക്റ്റ് എഴുതുന്നു, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു, പിന്നെ വെർബ് എഴുതുന്നു. ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായത് പാസീവ് വോയിസ് ആയി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു എളുപ്പമുള്ളൊരു വാചകം പറയാം. അത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു കാര്യം പറയാം. ഓക്കെ, നോക്കിയേ, എഴുതിക്കോട്ടെ. ദ ജഡ്ജ്, JUDG, ജഡ്ജ് finds, FINDS, finds them, 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 finds them guilty, GUILTY, GUILTY. Okay. സാർ ഒന്നുകൂടി പറയോ? സാർ ഒന്നുകൂടി പറയോ? Okay. The judge, JUDG, the judge finds, FINDS, finds them, THEM, them guilty, GUILTY, guilty. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. The judge finds them guilty. ജഡ്ജ് അവരിൽ കുറ്റം കാണുന്നു. അപ്പൊ നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഓബ്ജക്റ്റ് ആണ്. ഞാനിത് നിങ്ങളുടെ ബുദ്ധി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് ചെയ്ത് നോക്കി. ഓബ്ജക്റ്റ് എഴുതുക, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുക, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. സിമ്പിൾ. The guilty is found എന്നാണോ? The judge is, The guilty is found. ഫസ്റ്റ് ലെറ്റർ എന്താണ്? ഒബ്ജക്റ്റ് അല്ലേ സാർ ആദ്യം എഴുതാൻ പറഞ്ഞു? ഓബ്ജക്റ്റ് ഏതാണ് എഴുതിയത്? ഓബ്ജക്റ്റ് ഗിൽറ്റി എന്നുള്ളത്. ക്ലിയർ ആയില്ല. ദമ്മ, ഗിൽറ്റി. ഗിൽറ്റി. ഓക്കെ 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 ഓക്കെ. The guilty is found. ഓക്കെ,
ഓക്കെ 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 ഓക്കെ. ഇനി മറ്റുള്ളവരും പറയട്ടെ കേട്ടോ, നമുക്ക് കറക്റ്റ് ചെയ്യാം. ഒരാളുടെ ശരി എന്ന് പറഞ്ഞ എല്ലാവരും ആ ഒറ്റ വഴിക്ക് അങ്ങോട്ട് പോകും. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന പോലെ എഴുതിക്കോളൂ. They are being ജിൻസി, ദി ഗിൽറ്റ് ഈസ് ഫൗണ്ട് ബൈ ജഡ്ജ്. അടുത്തത് they are being guilty found by judge. Anita, they are being they are being found. they are being found. Okay, the guilty found by judge. Femida, അടുത്തത് ഒബ്ജക്റ്റ് എഴുതുക, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. നമ്മൾ നേരത്തെ എഴുതിയ അതേ രീതി തന്നെ. ശരി, ഇനി ഞാൻ പറയാം കേട്ടോ, നോക്കിക്കേ. എൻ്റെ അത് ഒരാളെ ശരിയായിട്ടുള്ളൂ, 1-2 പേര് നോക്കി. ദ ജഡ്ജ് ഫൈൻഡ്സ് ദം ഗിൽറ്റി. ജഡ്ജ് അവരിൽ കുറ്റം കാണുന്നു. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഒബ്ജക്റ്റ് ആണ്. ഇതിന്റെ അകത്ത് 2 ഒബ്ജക്റ്റ് കിടപ്പുണ്ട്. ഒന്ന് ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരമാണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞത്. നോക്കിയേ, ആരിൽ കുറ്റം കാണുന്നു? അവരിൽ. അപ്പൊ ദം എന്നുള്ള നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. ഒരു ഒബ്ജക്റ്റ് വേണമെങ്കിൽ അതെടുക്കാം. എന്ത് കാണുന്നു? കുറ്റം കാണുന്നു. അപ്പൊ 2 രീതിയിൽ ഈ സാധനം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മള് ദം എന്നുള്ളത് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്ന വിചാരിക്കും. ദം, അവരെ. അപ്പൊ ദം എന്നുള്ളത് ഇങ്ങോട്ട് മാറ്റുമ്പോൾ എന്തെങ്കിലും മാറ്റണം? ദേ എന്ന് മാറ്റണം. അത് പറഞ്ഞിട്ടുണ്ടല്ലോ, THEY, ദേ എന്ന് മാറ്റി. ദേയുടെ കൂടെ ഈസ് വരൂ, ആം വരൂ, ആറ് വരൂ. ദേയുടെ കൂടെ എന്താ വരുന്നത്? ദേ ആർ. ഓബ്ജക്റ്റ് എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറില്ല, ആർ, ദേ ആർ. ഇനി ഫൈൻഡ് എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ഫൈൻഡ്, ഫൗണ്ട്, ഫൗണ്ട് ആണ്. അപ്പൊ ദേ ആർ ഫൗണ്ട് ഗിൽറ്റി ബൈ ദ ജഡ്ജ്. ആ ബൈ തൊടിക്കൊണ്ടത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ദേ ആർ ഫൗണ്ട് ഗിൽറ്റി ബൈ ദ ജഡ്ജ്. അത് ഒരു രീതി. രണ്ടാമത്തെ രീതി പറയാം. ഗിൽറ്റി നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് എഴുതാം. അപ്പൊ ഒബ്ജക്റ്റ് നമുക്ക് ഗിൽറ്റി, GUILTY എഴുതി, ഗിൽറ്റി. അതിന്റെ കൂടെ അപ്പൊ ഒബ്ജക്റ്റ് കഴിഞ്ഞു. ഇനി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്. ഗിൽറ്റിയുടെ കൂടെ എന്ത് വരും? ഈസ് വരും. കുറ്റം എന്നാ പറഞ്ഞിട്ടുള്ളൂ, സിംഗുലർ ആണ്. അപ്പൊ ഗിൽറ്റി ഈസ്, പിന്നെ ഫൈൻഡ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫൗണ്ട്. അപ്പൊ ഗിൽറ്റി ഈസ് ഫൗണ്ട് ദം ബൈ ദ ജഡ്ജ്. ഗിൽറ്റി ഈസ് ഫൗണ്ട് ദം ബൈ ദ ജഡ്ജ്. ഇനി അടുത്ത പറഞ്ഞ പറയാം. നിങ്ങൾ അങ്ങോട്ട് ഫുള്ള് റെഡി ആയിട്ടില്ല. ഓക്കെ, ദ പ്രസിഡന്റ് അടുത്തായിട്ടാണ്. ദ പ്രസിഡന്റ്, PRESIDENT. ദ പ്രസിഡന്റ് appoints, APPOINTS, appoints him, HIM, him. The president appoints, APPOINTS, appoints him. The president appoints him. Okay. ആദ്യം ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക. ദ പ്രസിഡന്റ് അവനെ അപ്പോയിന്റ് ചെയ്യുന്നു. ആരെ? അവനെ. അപ്പൊ ഹിം ആണ് ഒബ്ജക്റ്റ്. ഹിം എന്നുള്ള ഒബ്ജക്റ്റ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി എഴുതുമ്പോ എന്ത് മാറ്റി തരണം? ഹി എന്ന് മാറ്റി തരണം. അപ്പൊ ജിൻസി ഓക്കെ. He is being ബീയിങ് ഒന്നും വേണ്ട, പക്ഷേ
ബീങ് ഒബ്ജക്റ്റ് എഴുതുക ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്. അത് മറക്കാതിരിക്കുക. നേരത്തെ ഉണ്ടായിരുന്നുണ്ട്. ഒബ്ജക്റ്റ് എഴുതുക ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സന്ധ്യ, ഐറിൻ, ഓക്കെ. He is appointed by the president. He is appointed by the president. ഓക്കെ ഓക്കെ. നീ ആരെങ്കിലും? ഓക്കെ ഓക്കെ. ഹമീദ, നീതു, സുകന്യ, രതീഷ്, ജിത. ഓക്കെ ഓക്കെ. അപ്പൊ അത് മറക്കാതിരിക്കുക. ആദ്യം ഓബ്ജക്റ്റ് എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം മീസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ബീങ് ഒക്കെ വരും നമുക്ക്. അതൊക്കെ ഇനി പോകെ പോകെ പറയുമ്പോൾ ഞാൻ ഇവിടെ പറയാം. ഓക്കെ. ആരതി, ഹി ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്. ഹി ഈസ് അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ്. ഓക്കെ 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 ഓക്കെ. സാറ്, ഈ പാസീവ് വോയിസ് മീനിങ് അപ്പേ അവൻ പ്രസിഡന്റിനാൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടു എന്നല്ലേ? ആ, ഓക്കെ. അവൻ പ്രസിഡന്റിനാൽ നിയമിക്കപ്പെട്ടു. ഓക്കെ. സർ കുറച്ചും കൂടി എക്സാമ്പിൾസ് തരുമോ? എന്താണ് എക്സാമ്പിൾസ് കുറച്ചുകൂടെ വേണം സർ. എക്സാമ്പിൾസ് തരുമോ? ഒന്നുകൂടി പറഞ്ഞേ. കുറച്ചും കൂടി എക്സാമ്പിൾസ് തരുമോ? ഓക്കെ 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 ഓക്കെ. ശരിക്കും രാമു, RAMU, രാമു teaches, TEACHS, teaches us, us physics, PHYSICS. Ramu teaches us physics. രാമു ഞങ്ങളെ ഫിസിക്സ് പഠിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കിയേ, രാമു ആരെ പഠിപ്പിക്കുന്നു? ഞങ്ങളെ. അപ്പൊ അസ് എന്നുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. എന്ത് പഠിപ്പിക്കുന്നു? ഫിസിക്സ് പഠിപ്പിക്കുന്നു. അപ്പൊ ഫിസിക്സ് നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ രണ്ട് രീതിയിൽ ഇത് എഴുതാൻ പറ്റും. ഓക്കെ. Taught by Ramu. Physics is taught us by Ramu. Okay. Physics is taught us by Ramu. ഇനി അസ് വെച്ചിട്ട് കൂടി ചെയ്യൂ. അസ് ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ട് അനിത, അതിന്റെ അകത്ത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പോയല്ലോ. We are Taught. ഓക്കെ 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 ഓക്കെ. സന്ധ്യ, ഓക്കെ. We are taught physics by Ramu. ഓക്കെ ഓക്കെ ഓക്കെ. വെറിൻ, ഓക്കെ. ഇനി ആരെങ്കിലും? Physics is taught by Ramu.
ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഇയാൾക്ക് ജിത. ഓക്കെ, പ്രമോദ്. ഓക്കെ, ആരതി. ഓക്കെ, നീതു. ഓക്കെ, ഓക്കെ. ഇനി ഞാൻ ആൻസർ ഞാനൊന്ന് പറയാം കേട്ടോ. നോക്കിയോ, രാമു ടീച്ചസ് അസ് ഫിസിക്സ്. രാമു ഞങ്ങളെ ഫിസിക്സ് പഠിപ്പിക്കുന്നു. അപ്പൊ അസ് എന്നുള്ളത് നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ആദ്യമായിട്ട് എഴുതുമ്പോൾ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ ബി എന്ന് വരും. ബി. അപ്പൊ ഒബ്ജക്റ്റ് ബി എന്ന് കിട്ടി. അസ് എന്നുള്ളത് നമ്മൾ ബി എന്നാക്കി മാറ്റി, ബി എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ബിയുടെ കൂടെ എന്ത് വരും? വി ആർ. അപ്പോ വി ആർ ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ടീച്ച്, ടോട്ട്, ടോട്ടാണ്. അപ്പോ വി ആർ ടോട്ട് ഫിസിക്സ് ബൈ രാമൻ. അത് ഒരു രീതി. രണ്ടാമത്തത് ഫിസിക്സ് എന്നുള്ളത് നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോ ഫിസിക്സ് പിന്നെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഫിസിക്സിനെ കൂടി ഈസ് വരുള്ളൂ. ഫിസിക്സ് ഈസ് ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടോട്ട്. Physics is taught us by Raman. Other. They THEY, they tell, TELL, tell the truth. They tell the truth. They tell the truth. TRUTH. The truth is told by them. Okay. The truth is told by them. Okay. Jinsi. Okay. Femida. Sandhya. The truth is told by them. Okay. Okay, okay. Yadish. Okay, 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 okay. Okay. ഓക്കെ. അപ്പൊ ഇത് പിടികിട്ടിയല്ലോ. ആദ്യം ഓബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു. ബീയിങ് എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസും പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസും എഴുതുമ്പോഴാണ് നമ്മൾ ബീയിങ് ഉപയോഗിക്കുന്നത്. ബീയിങ് കേട്ടോ. അപ്പൊ നമുക്ക് അത് വരുമ്പോൾ നമുക്കത് പറയാം. ഓക്കെ. ഇപ്പൊ നമ്മൾ സിമ്പിൾ പ്രസന്റ് നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഈ സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോൾ നമുക്ക് ഓക്കെ. ഓക്കെ, ഓക്കെ. തൽക്കാലം ബീയിങ് അങ്ങനെ പറഞ്ഞേക്കും. ഓക്കെ. ബീയിങ് നമുക്ക് വേണം, അത് കണ്ടിന്യൂസിലോട്ട് വരുമ്പോൾ. ഓക്കെ. അപ്പൊ ഇത് ഇതിന്റെ സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം ഓബ്ജക്റ്റ്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. ഇത് പിടികിട്ടിയല്ലോ. ഇനി ഞാനിപ്പോ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്, സബ്ജക്ട് എഴുതി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് എഴുതി വെർബ് എഴുതി ING ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വായിച്ചു വരുമ്പോൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് എഴുതിയിരിക്കുന്നതെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, ഇത് സിമ്പിൾ പ്രസന്റ് ആയ ഒരു വാചകത്തെ പാസീവ് വോയിസിലോട്ട് ആക്കി പറഞ്ഞിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കണം.
ഞാൻ നിങ്ങളോടൊരു കാര്യം പറയണേ. ഇന്ന് രാവിലെ നിങ്ങൾ ഇപ്പൊ സമയം ഏതാണ്ട് 11:13 ഈ ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ ചെയ്ത കാര്യം എന്തെങ്കിലും ഒരു കാര്യം അതിനകത്തൊരു സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും ഉണ്ടാകണം. സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഐ കുക്ക് ഫുഡ്, ഞാൻ ഭക്ഷണം പാകം ചെയ്തു. അത് തന്നെ പാസീവ് വോയിസ് പറഞ്ഞേ. ഫുഡ് ഈസ് കുക്ക്ഡ് ബൈ മീ. അല്ല, ഫുഡ് ഈസ് കുക്ക്ഡ്. നിങ്ങൾ പറഞ്ഞതിൽ വിചാരിക്കുന്ന വാചകത്തിൽ ഒരു സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും ഉണ്ടാകണം. ഐ വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ പറയാം. ഇന്ന് രാവിലെ നിങ്ങൾ പത്രം വായിച്ചു. ഐ റീഡ് ന്യൂസ് പേപ്പർ. അപ്പൊ അത് തന്നെ പാസീവ് വോയിസ് പറഞ്ഞേ. ന്യൂസ് പേപ്പർ ഈസ് റെഡ് ബൈ മീ. നിങ്ങൾ ഇന്ന് ചെയ്ത എന്തെങ്കിലും ഒരു സംഗതി അല്ലെങ്കിൽ ചെയ്യാറുള്ള സംഗതി പാസീവ് വോയിസ് ആയിട്ടൊന്ന് പറയാമോ? പതിവായിട്ട് ചെയ്യാറുള്ള സംഗതി നിങ്ങൾക്ക് പാസീവ് വോയിസ് ആയിട്ട് പറയാമോ? നിങ്ങൾ ആദ്യം ഒരു സെന്റൻസ് മനസ്സിൽ വിചാരിക്കുക, അതിൻ്റെ ഒബ്ജക്റ്റ് നോക്കുക, ഒബ്ജക്റ്റ് ആദ്യം പറയാം. ന്യൂസ് പേപ്പർ എന്നാൽ വായിക്കപ്പെട്ടു. ഭക്ഷണം എന്നാൽ പ്രിപ്പയർ ചെയ്യപ്പെട്ടു. The book was written. The book was read by me. Okay. The book was read എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. റെഡ്. ഓക്കെ, കറക്റ്റ് ആണ്. റെഡ് ബൈ മീ. ഓക്കെ. നിങ്ങൾ ഇന്ന് നിങ്ങൾ പതിവായിട്ട് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു കാര്യം പാസീവ് വോയിസിൽ പറയാമോ? The newspaper was read by me. അത് സിമ്പിൾ പാസ്റ്റിന്റെ കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കാം. The floor was mopped by me. വെരി ഗുഡ്. The floor was washed by me, cleaned by me. ഓക്കെ. നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ചേർത്താൽ മതി. അപ്പൊ ഫ്ലോർ ഈസ് ക്ലീൻഡ് ബൈ മീ. നിങ്ങൾ ചെയ്തൊരു കാര്യം നിങ്ങളൊരു കുപ്പി. ദ ക്ലോത്ത്സ് ആർ വാഷ്ഡ് ബൈ മീ. ഓക്കെ 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 ജിൻസി. ഓക്കെ ഓക്കെ. അയൺ എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അയൺ, IRONED. ഐ അയൺ ദ ഡ്രസ് എന്നുള്ളത് ദ ഡ്രസ് ഈസ് അയൺഡ് ബൈ മീ. അങ്ങനെ പറയാം. ഞാൻ അയൺ ചെയ്യാറുണ്ട് എന്നുള്ളത് ഡ്രസ് ഈസ് അയൺ ബൈ മീ. IRONED. The dinner is prepared by me. Okay. The lunch was cooked by me. The book is studied by me. read എന്നുള്ളത് The tree was planted. The teeth brush എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ബ്രഷ്, BRUSHED. The car is driven by me. കൊള്ളാം. The car is driven by me. നിസ്സാരക്കാരൊന്നുമല്ല, നമുക്ക് ഇത് അറിയാം. എന്നാണ് ചാലാ വന്നിട്ടാണ്. യെസ്. The children are bathed by me. എന്തോ? The children are bathed by me. ഓക്കെ ഓക്കെ. കുട്ടികളെ ഞാൻ കുളിപ്പിച്ചു. The tree was planted for me. The plants were watered by me. ഓക്കെ. അപ്പൊ ഞാന് ഇത്രയും നേരമൊക്കെ the shoes is polished by me. ഓക്കെ. ഇത്രയും സമയമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് വളരെ the vessels are cleaned by me. ഓക്കെ ഓക്കെ. I clean the vessel എന്നുള്ളത് the vessels are cleaned by me. ഇങ്ങനെയും പറയാം. വെരി ഗുഡ്. അപ്പോ നമുക്കൊരു വാചകം പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാസീവ് വോയിസിലും പറയാം. വേറെ ആളോട് പറയുമ്പോൾ നമുക്ക് പാസീവ് വോയിസിലും പറയാം. ഓക്കെ, മനസ്സിലായി. ഇത്രയും നേരമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വാചകങ്ങളാണ്. ആ സിമ്പിൾ ആയിട്ടുള്ള വാചകങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ പാസീവ് വോയിസിലോട്ട് മാറ്റാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളവരാണ് നിങ്ങൾ. എന്നാലും
എന്റെ അറിവില്ലായ്മ കൊണ്ടാന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങൾക്ക് വേറൊരു ചോദ്യം പറയുന്നു, അതൊന്ന് ചെയ്ത് നോക്കി. ഡസ് DOES, does anybody ANYBODY, does anybody trouble me, TROUBLE, trouble me at night? പറയാം. ഓക്കെ. ശ്രദ്ധിച്ചോ? ഡസ് DOES, does anybody ANYBODY, anybody trouble, TROUBLE, trouble me, me at night. അതിന്റെ അർത്ഥം ആരെങ്കിലും രാത്രിയിൽ എന്നെ ശല്യം ചെയ്യാറുണ്ടോ? ഇതാണ് ചോദ്യം. ഓബ്ജക്റ്റ് നമ്മൾ നോക്കുക. ഓബ്ജക്റ്റ് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ആരെ ശല്യം ചെയ്യാറുണ്ടോ? ഒരു ആൻസർ കിട്ടും. ഓക്കെ, ഞാനൊന്നും പറയുന്നില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലോജിക്കായിട്ട് ചിന്തിച്ച് എഴുതാം. നിങ്ങൾ എത്ര പേര് അങ്ങനെ ചിന്തിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ബുദ്ധിക്ക് വിടുന്നത്. അത് ഞാൻ സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ആ സംഭവം ആദ്യം പിടികിട്ടാൻ വേണ്ടിയിട്ടാണ്. തെറ്റിയാലും കുഴപ്പമില്ല, തെറ്റിക്കോട്ടെ, നമുക്ക് കറക്റ്റ് ചെയ്യാം. നിങ്ങൾ എഴുതി തെറ്റിക്കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇന്നതായിരുന്നാ തെറ്റുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ പറയുന്നവരെ കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ പക്ഷത്തു നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ല. എഴുതിക്കോളൂ, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുക. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ചേർക്കുക. വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. സന്ധ്യ ഷിബു ഫസ്റ്റ് അറ്റംപ്റ്റ് കേട്ടോ. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, കറക്റ്റ് ചെയ്യാം. ജിൻസി ശരിയുടെ അരിയത്തൂടെ പോയിട്ടുണ്ട്. Am I troubled by anybody? ഒന്നുകൂടി പറഞ്ഞു. Am I troubled by anybody? ഓക്കെ. I am troubled by anybody. സോ ശരിയുടെ അരിയത്തൂടെ പോയിട്ടുണ്ട്. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. സാർ അത് ക്വസ്റ്റ്യൻ രൂപത്തിലല്ലേ? അത് ക്വസ്റ്റ്യൻ ആണത്. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഡസ് ആദ്യം വന്നപ്പോ ചോദ്യമായിട്ട് മാറിയത്. യെസ്, ക്വസ്റ്റ്യൻ ആണത്. Am I troubled in night by anybody? Am I troubled ഇതല്ലേ? ഓക്കെ, ബാക്കിയുള്ളവർ പറഞ്ഞ് കേട്ടിട്ടാ നമുക്ക് പറയാം.
ആ ഹമീദ എഴുതി. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. സുസ്മിത ഹഫ്സ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നോ? ചെറിയ മിസ്റ്റേക്ക്. ഒന്ന് ലോജിക്കായിട്ട് ചിന്തിക്കേ. സോദി ഓക്കെ, ഇനി ഞാൻ പറയാം. ഓക്കെ ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് വരും, ചെറിയൊരു മിസ്റ്റേക്ക്. നോക്കാം 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 നോക്കാം. ഇനി നമുക്ക് നോക്കാം കേട്ടോ. നോക്കി ഇവിടെ നോക്കി. ഓക്കെ ഓക്കെ. ഞാൻ ഒരാളുടെ ശരി എന്ന് പറഞ്ഞ പിന്നെ ആ വഴിക്ക് വരുമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത് കേട്ടോ. നോ പ്രോബ്ലം. നമുക്ക് നോക്കാം. നോക്കിയേ. ഡസ് എനിബഡി ട്രബിൾ മീ അറ്റ് നൈറ്റ്? ആരെങ്കിലും രാത്രിയിൽ എന്നെ ശല്യം ചെയ്യാറുണ്ടോ? അപ്പൊ നമുക്കിത് സിമ്പിൾ പ്രസന്റ് ആണ് സെന്റൻസ് മനസ്സിലായി. കാരണം ട്രബിൾ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. അപ്പൊ സിമ്പിൾ പ്രസന്റിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ഒബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വേണ്ടത്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഓബ്ജക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ആരെ ശല്യം ചെയ്യാറുണ്ടോ? എന്നെ. അപ്പൊ മീ ആണ് നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടിയത്. മീ എന്നുള്ളത് ഇങ്ങോട്ട് മാറ്റുമ്പോൾ എന്തായിട്ട് മാറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഐ എന്ന് മാറ്റി. ഐ. അപ്പൊ ഐ എഴുതി. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ഐയുടെ കൂടെ ഈസ് വരും, ആം വരും, ആറ് വരും. ഐ ആം വരും. അപ്പൊ ഐ ആം. ട്രബിൾ എന്നുള്ളതിന്റെ പ്രസന്റൻസ് ആണ് അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ട്രബിൾഡ്. ഐ ആം ട്രബിൾഡ്. ഐ ആം ട്രബിൾഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഐ ആം ട്രബിൾഡ് അറ്റ് നൈറ്റ് ബൈ എനിബഡി. അപ്പൊ നമുക്ക് ഐ ആം ട്രബിൾഡ് അറ്റ് നൈറ്റ് എന്ന് എഴുതിയാൽ മതി. ഇനി ഇവിടെ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ തന്നിരിക്കുന്ന വാചകം ഒരു ചോദ്യമായിരുന്നു. ഡസ് എനിബഡി ട്രബിൾ മീ അറ്റ് നൈറ്റ്? ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് അതിന്റെ പാസീവ് വോയിസും ക്വസ്റ്റ്യൻ തന്നെ ആവണം. അപ്പോ ഐ ആം ട്രബിൾഡ് എന്നുള്ളതിന്റെ ആ ആം എടുത്തിട്ട് നിങ്ങളൊന്ന് ആദ്യം പറയാം. ആം ഐ ട്രബിൾഡ്? അപ്പൊ അത് ചോദ്യമായിട്ട് മാറി. ആം ഐ ട്രബിൾഡ് at night by anybody? Am I troubled at night by anybody? ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇത് അഞ്ജലി ആദ്യം കറക്റ്റ് ചെയ്ത് തൊട്ട് പുറകില് വിഷയം പറഞ്ഞു. ഓക്കെ, ബോത്ത് ഓഫ് യു കൺഗ്രാജുലേഷൻ. ആദ്യം പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അത് ചോദ്യമായതുകൊണ്ടാണ് ആം എന്നുള്ളത് ആദ്യം വന്നത്. ആം ഐ ട്രബിൾഡ് അറ്റ് നൈറ്റ്? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. ഒരെണ്ണോടെ എന്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. നോക്കിയേ, എഴുതിക്കോട്ടെ. അടുത്തത് ഡസ്, DOES, ഡസ് എനിബഡി, ANYBODY, എനിബഡി help him? Does anybody help him? Question mark. ഒന്നുകൂടി പറയാം. DOES. Does anybody, ANYBODY, anybody help, HELP, help him, HIM, him? ആരെങ്കിലും അവനെ സഹായിക്കാറുണ്ടോ? Is he helped by anybody? ഓക്കെ ഓക്കെ, അവിടെ നിൽക്കട്ടെ. ജിൻസി എഴുതി. Is he helped by anybody? Is he helped by anybody? ഓക്കെ. ഇനി ബാക്കിയുള്ളവര് നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അതുപോലെ എഴുതിയാൽ മതി. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. തെറ്റ് പറ്റുമ്പോൾ നമ്മൾ പഠിക്കുള്ളൂ. ആര്യൻ എഴുതി, സന്ധ്യ എഴുതി. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇന്ന് ഇംഗ്ലീഷ് ഒന്നും നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല. 11:27 അപ്പൊ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു
ഒരു ഡ്യൂട്ടി തരാം. ഓക്കെ ഓക്കെ, പിന്നെ ആൻസർ വരുമ്പോൾ ശരിയാണ്. ഓക്കെ ഓക്കെ, പിന്നെ ആൻസർ പറഞ്ഞില്ല അല്ലേ? പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. നോക്കിയേ, ഡസ് എനിബഡി ഹെൽപ്പ് ഹിം? ഓബ്ജക്റ്റ് എന്താണ്? അവനെ ആരെങ്കിലും സഹായിക്കുക. അപ്പൊ അവനെ ഹി നമ്മൾ എടുത്തു. ഹീയുടെ കൂടെ എന്ത് വരും? ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ അതില്ല, ഈസ് വരും. അപ്പൊ ഹി ഈസ്. ഹെൽപ്പ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹെൽപ്ഡ്. അപ്പൊ ഹി ഈസ് ഹെൽപ്ഡ് എന്നാണ്. പക്ഷെ ഇത് ചോദ്യമാക്കാൻ വേണ്ടിയിട്ട് ആ ഈസ് എന്നുള്ളത് നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിനകത്ത് ഈസ് എന്നുള്ളതൊന്ന് ആദ്യം പറയാം. അപ്പൊ ഈസ് ഹി ഹെൽപ്ഡ്, ഈസ് ഹി ഹെൽപ്ഡ്, ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ഇത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ സമയം കുറവായതുകൊണ്ടാണ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ പ്രസന്റിൽ സംശയം നമുക്കത് കറക്റ്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അടുത്ത പ്രാവശ്യം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമ, അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ആ സിനിമയെ കുറിച്ച് ഒരു റിവ്യൂ നിങ്ങൾ തയ്യാറാക്കുക ഇംഗ്ലീഷിൽ. ഞാൻ എക്സാമ്പിൾ പറയാം. നമുക്ക് ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയിട്ടല്ല, അല്ലാതെ സിനിമയുടെ റിവ്യൂവിന് വേണ്ടിയിട്ടല്ല. മൈ ഫേവറേറ്റ് ഫിലിം ഈസ് ചെമ്മീൻ. എന്റെ പ്രിയപ്പെട്ട ഫിലിം ചെമ്മീനാണ്. ദ ഹീറോ ഓഫ് ദ ഫിലിം ഈസ് സത്യൻ. ദ ഹീറോയിൻ ഈസ് ഷീല. അങ്ങനെ എന്തുകൊണ്ട് ഞാൻ ആ സിനിമ ഇഷ്ടപ്പെടുന്നു? ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് ദ ഫിഷർമാൻ. അത് മുക്കോന്മാരുടെ, മത്സ്യത്തൊഴിലാളിയുടെ കഥയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ നിങ്ങൾ കണ്ടെത്തുക. ആ സിനിമയെ കുറിച്ച് ഒരു 4-5 വാചകം നിങ്ങൾ തന്നെ കണ്ടെത്തുക, എന്നിട്ടത് പറയാം. ഓക്കെ അല്ലേ? എന്തായാലും പ്രതികരിക്കാതെ. ഓക്കെ. ഒരു സിനിമ നിങ്ങൾ കണ്ട, ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് വേണ്ടത് അത് പ്രസന്റ് ചെയ്യാന്നുള്ളതാണ്. എന്നിട്ട് അതൊന്ന് ബൈ ഹാർട്ടായിട്ട് ഒന്ന് പഠിച്ചിട്ട് അടിപൊളിയായിട്ട് അടുത്ത പ്രാവശ്യം ഒന്ന് പ്രസന്റ് ചെയ്യാം. സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. നമുക്കറിയാവുന്ന പോലെ എഴുതിയ പോരെ? എന്തോ? നമുക്കറിയാവുന്ന പോലെ അതേ എഴുതാവൂ. കാരണം യേശുദാസിനെ പോലെ യേശുദാസ് പാടിക്കോട്ടെ, നമുക്ക് നമ്മളെ പോലെ പാടാം. അപ്പൊ അതുകൊണ്ട് വേറെ ആരും സഹായം മേടിക്കണം. നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത് അതുപോലെ എഴുതുക. തെറ്റ് പറ്റിക്കോട്ടെ, ഞാനല്ലേ ഉള്ളത്, നമുക്ക് കറക്റ്റ് ചെയ്യാന്നേ. ഡോണ്ട് വറി, ബി ഹാപ്പി. ഓക്കെ, സോ ഓക്കെ, Thank you, sir. വെൽക്കം. Yes.